ഈ പാഠത്തിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെയും മെഷീൻ ലേണിംഗ് ഫ്രെയിംവർക്കുകളുടെയും അടിസ്ഥാന തത്വങ്ങളാണ്. അപ്പോൾ ഈയൊരു വിശകലനത്തിൽ നമ്മൾ 4 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നോക്കുന്നത്. ഒന്നാമതായി AI, മെഷീൻ ലേണിംഗ് ഇവ എന്താണെന്ന് നമ്മളൊന്ന് നിർവചിക്കും. അത് കഴിഞ്ഞ് ഒരു മെഷീൻ ലേണിംഗ് സിസ്റ്റത്തിലെ പ്രധാന ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. പിന്നെ ഈ മെഷീൻ ലേണിംഗ് ശരിക്കും എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കും. അവസാനം സാധാരണയായി നമ്മൾ കാണുന്ന ചില മെഷീൻ ലേണിംഗ് പ്രശ്നങ്ങൾ ഏതൊക്കെയാണെന്നും പഠിക്കും. ശരി, അപ്പോൾ നമുക്ക് ആദ്യത്തെ ഭാഗത്തേക്ക് കടക്കാം. ഇവിടെ നമ്മൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെയും മെഷീൻ ലേണിംഗിന്റെയും ഏറ്റവും അടിസ്ഥാനപരമായ ആശയങ്ങളാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്താണ് ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, അതായത് AI? വളരെ ലളിതമായിട്ട് പറഞ്ഞാൽ മനുഷ്യർക്ക് ബുദ്ധിയുള്ളതുപോലെ യന്ത്രങ്ങൾക്കും ആ ഒരു കഴിവ് നൽകുന്നതിനെയാണ് നമ്മൾ AI എന്ന് വിളിക്കുന്നത്. അതായത് മനുഷ്യരെ പോലെ കാര്യങ്ങൾ മനസ്സിലാക്കാനും പഠിക്കാനും പിന്നെ തീരുമാനങ്ങൾ എടുക്കാനുമൊക്കെയുള്ള ഒരു കഴിവ്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ സംസാരിക്കുന്നത് തിരിച്ചറിയുക, ഭാഷകൾ മനസ്സിലാക്കുക, ഇതൊക്കെ ഇതിൻ്റെ ഭാഗമാണ്. ഓക്കെ, അപ്പോൾ AI എന്താണെന്ന് നമ്മൾ കണ്ടു. ഇനി മെഷീൻ ലേണിംഗ് എന്താണെന്ന് നോക്കാം. ഇത് ശരിക്കും പറഞ്ഞാൽ AIയുടെ ഉള്ളിൽ വരുന്നൊരു ശാഖയാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഓരോ കാര്യത്തിനും പ്രത്യേകം പ്രോഗ്രാം എഴുതാതെ ഡേറ്റയിൽ നിന്ന് സ്വയം പാറ്റേണുകൾ പഠിക്കാൻ മെഷീനുകളെ സഹായിക്കുന്ന ഒരു ടെക്നിക്കാണിത്. ഇവിടെ നമ്മൾ വളരെ പ്രധാനപ്പെട്ടൊരു വ്യത്യാസം മനസ്സിലാക്കണം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ AI എന്നത് നമ്മുടെ വലിയ ലക്ഷ്യമാണ്, അതായത് യന്ത്രങ്ങൾക്ക് മനുഷ്യബുദ്ധി നൽകുക എന്ന ആ ഒരു ഗോൾ. എന്നാൽ മെഷീൻ ലേണിംഗ് എന്ന് പറയുന്നത് ആ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള ഒരു വഴിയാണ്, ഒരു രീതിയാണ്. ഡാറ്റയിൽ നിന്ന് ആ ബുദ്ധി എങ്ങനെ നേടിയെടുക്കാം എന്ന് പഠിപ്പിക്കുന്നൊരു മെത്തേഡ്. നമ്മളൊക്കെ അനുഭവങ്ങളിൽ നിന്ന് പഠിക്കില്ലേ? അതുപോലെ തന്നെയാണ് മെഷീൻ ലേണിംഗും. അത് ഒരു കമ്പ്യൂട്ടറിനെ ഡാറ്റ നോക്കി പഠിക്കാനും അതിന്റെ അടിസ്ഥാനത്തിൽ ചില പ്രവചനങ്ങൾ നടത്താനും തീരുമാനങ്ങൾ എടുക്കാനും പ്രാപ്തമാക്കുന്നു. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു രാജ്യത്തിന്റെ പഴയ GDP വളർച്ച, പണപ്പെരുപ്പ നിരക്ക്, ഈ ഡേറ്റയൊക്കെ വെച്ച് ഭാവിയിൽ അവിടുത്തെ സാമ്പത്തിക രംഗം എങ്ങനെയായിരിക്കുമെന്ന് പ്രവചിക്കാൻ ഒരു മോഡലിന് കഴിയും. അതാണിതിൻ്റെ ഒരു പ്രയോഗം. ശരി, അപ്പോൾ അടുത്ത ഭാഗത്തേക്ക് കടക്കാം. ഒരു മെഷീൻ ലേണിംഗ് സിസ്റ്റത്തിൽ എന്തൊക്കെയാണ് പ്രധാനമായിട്ടുമുള്ളത്, അതിൻ്റെ അടിസ്ഥാന ഘടകങ്ങൾ അല്ലെങ്കിൽ ബിൽഡിംഗ് ബ്ലോക്സ് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഒരു മെഷീൻ ലേണിംഗ് സിസ്റ്റത്തിന് പ്രധാനമായും 5 ഘടകങ്ങളാണുള്ളത്. 1 ഡേറ്റാ സെറ്റ്, 2 ഫീച്ചറുകൾ, 3 മോഡൽ, 4 അൽഗോരിതം, പിന്നെ 5-മതായി ട്രെയിനിങ്ങും ടെസ്റ്റിങ്ങും. ശരി, ഇനി നമുക്ക് ഇവ ഓരോന്നും എന്താണെന്ന് വിശദമായിട്ട് നോക്കാം. അപ്പോൾ ആദ്യത്തേത് ഡേറ്റാ സെറ്റ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ ഇതൊരു ചിട്ടപ്പെടുത്തിയ ഡേറ്റയുടെ ശേഖരമാണ്. നമ്മൾ എന്ത് നിരീക്ഷിക്കുന്നോ അതിൻ്റെയെല്ലാം ഒരു കളക്ഷൻ. ഒരു കാര്യം ഓർക്കണം, നമ്മളുണ്ടാക്കുന്ന മോഡലിന്റെ ക്വാളിറ്റി പൂർണ്ണമായും ഈ ഡേറ്റാ സെറ്റിന്റെ ക്വാളിറ്റിയെയും അതിലുള്ള വൈവിധ്യത്തെയും ആശ്രയിച്ചിരിക്കും. രണ്ടാമത്തെ ഘടകമാണ് ഫീച്ചറുകൾ. ഇത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പഠിക്കാൻ ശ്രമിക്കുന്ന ഒരു കാര്യത്തിന്റെ അളക്കാൻ പറ്റുന്ന ഓരോ പ്രത്യേകതകളാണ്. നേരത്തെ പറഞ്ഞ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ ഉദാഹരണം തന്നെ എടുത്താൽ അവിടത്തെ തൊഴിലില്ലായ്മ നിരക്ക്, പണപ്പെരുപ്പ് നിരക്ക്, ഇതൊക്കെ ഓരോ ഫീച്ചറുകളാണ്. മൂന്നാമത്തേത് മോഡൽ. ഈ ഫീച്ചറുകളും നമുക്ക് കിട്ടേണ്ട ഉത്തരവും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് മനസ്സിലാക്കി വെക്കുന്ന ഒരു മാത്തമാറ്റിക്കൽ സ്ട്രക്ചറാണിത്. സിമ്പിളായി പറഞ്ഞാൽ ഡേറ്റയിലെ പാറ്റേൺ കണ്ടുപിടിക്കുന്ന ഒരു ഫോർമുല. ലീനിയർ റിഗ്രഷൻ മോഡൽ എന്നൊക്കെ പറയുന്നത് ഇതിനൊരു ഉദാഹരണമാണ്. നാലാമത്തെ ഘടകം അൽഗോരിതമാണ്. ഇതാണ് ശരിക്കും ആ മോഡലിനെ പഠിപ്പിക്കുന്ന പ്രോസസ്സ്. അതായത് ഡാറ്റ ഉപയോഗിച്ച് മോഡലിനെ പരിശീലിപ്പിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് രീതി. ഇതിന്റെ പ്രധാന ജോലി തെറ്റുകൾ പരമാവധി കുറച്ച് മോഡലിനെ ഒപ്റ്റിമൈസ് ചെയ്യുക എന്നതാണ്. 5-മത്തെയും അവസാനത്തേതുമായ ഘടകം ട്രെയിനിങ്ങും ടെസ്റ്റിങ്ങുമാണ്. ഇവിടെ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിലുള്ള മുഴുവൻ ഡാറ്റാ സെറ്റിനെയും 2ആയിട്ട് മുറിക്കും. ഒരു ഭാഗം, അതായത് ട്രെയിനിങ് സെറ്റ്, മോഡലിനെ പഠിപ്പിക്കാൻ ഉപയോഗിക്കും. മറ്റേ ഭാഗം ടെസ്റ്റിംഗ് സെറ്റ്, പഠിച്ചു കഴിഞ്ഞ മോഡൽ പുതിയ ഡേറ്റയിൽ എത്രത്തോളം നന്നായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് പരീക്ഷിച്ചു നോക്കാനും ഉപയോഗിക്കും. ഓക്കെ, അപ്പോൾ ഒരു സിസ്റ്റത്തിന്റെ ഭാഗങ്ങൾ നമ്മൾ കണ്ടു. ഇനി ഒരു മെഷീൻ ലേണിംഗ് പ്രോജക്റ്റ് എങ്ങനെയാണ് മുന്നോട്ടു പോകുന്നത് എന്ന് നോക്കാം. അതാണ് മെഷീൻ ലേണിംഗ് വർക്ക് ഫ്ലോ. അതായത് പ്രവചനങ്ങളുണ്ടാക്കാൻ നമ്മൾ പിന്തുടരുന്ന ഒരു ചിട്ടയായ പ്രോസസ്സ്. ഈ വർക്ക് ഫ്ലോയിൽ പ്രധാനമായും 6 സ്റ്റെപ്പുകളാണുള്ളത്. നമ്മൾ ഡാറ്റ ശേഖരിക്കുന്നിടത്തുനിന്ന് തുടങ്ങും. പിന്നെ ആ ഡാറ്റയെ വൃത്തിയാക്കി ഉപയോഗിക്കാൻ പാകത്തിലാക്കുന്ന പ്രീ പ്രോസസ്സിംഗ് ഘട്ടം. അതിനുശേഷം നമ്മുടെ ആവശ്യത്തിന് പറ്റിയ ഒരു മോഡൽ തിരഞ്ഞെടുക്കും. പിന്നെ ആ മോഡലിനെ നമ്മൾ ട്രെയിൻ ചെയ്യിപ്പിക്കും. അത് കഴിഞ്ഞാൽ അതിന്റെ പ്രകടനം എത്രത്തോളമുണ്ടെന്ന് വിലയിരുത്തും. അവസാനം ആ മോഡൽ ഉപയോഗിച്ച് പ്രവചനങ്ങൾ നടത്തുകയും അതിനെ ആവശ്യമായ സ്ഥലത്ത് വിന്യസിക്കുകയും ചെയ്യും. ഈ ഒരു ഓർഡറിലാണ് കാര്യങ്ങൾ നടക്കുന്നത്. ശരി, ഇനി നമ്മുടെ അവസാനത്തെ ഭാഗത്തേക്ക് വരാം.
മെഷീൻ ലേണിംഗ് ഏതൊക്കെ തരം പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് സാധാരണയായി ഉപയോഗിക്കുന്നതെന്ന് നോക്കാം. ഇത് മനസ്സിലാക്കിയാൽ മെഷീൻ ലേണിംഗിന്റെ യഥാർത്ഥ ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. അപ്പോൾ സാധാരണയായി 4 തരം പ്രോബ്ലം ടൈപ്പുകളാണുള്ളത്. ഒന്നാമത്തേത് റിഗ്രഷൻ. ഇത് ഒരു തുടർച്ചയായുള്ള സംഖ്യ പ്രവചിക്കാനാണ് ഉപയോഗിക്കുന്നത്. ഉദാഹരണത്തിന് GDP വളർച്ച എത്ര ശതമാനമായിരിക്കുമെന്ന് പ്രവചിക്കുന്നത്. രണ്ടാമത്തേത് ക്ലാസിഫിക്കേഷൻ. ഇവിടെ നമ്മളൊരു കാറ്റഗറിയാണ് പ്രവചിക്കുന്നത്. ഒരാൾക്ക് ക്രെഡിറ്റ് കാർഡ് കൊടുക്കണോ വേണ്ടയോ, അതായത് യെസ് അല്ലെങ്കിൽ നോ എന്ന് തീരുമാനിക്കുന്നത് പോലെ. മൂന്നാമത്തേത് ക്ലസ്റ്ററിംഗ്. ഇവിടെ സമാന സ്വഭാവമുള്ള ഡേറ്റയെ ഓരോ ഗ്രൂപ്പുകളായി തിരിക്കും. ഇപ്പോൾ വികസനത്തിന്റെ അടിസ്ഥാനത്തിൽ ജില്ലകളെ പല ഗ്രൂപ്പുകളാക്കുന്നത് ഇതിനൊരു ഉദാഹരണമാണ്. നാലാമത്തേത് ഡയമെൻഷനാലിറ്റി റിഡക്ഷൻ. ഒരുപാട് ഫീച്ചറുകളുള്ള വലിയ ഡാറ്റാസെറ്റുകളെ പ്രധാനപ്പെട്ട വിവരങ്ങളൊന്നും കളയാതെ സിമ്പിളാക്കുന്നൊരു രീതിയാണിത്. അപ്പോൾ ഇത്രയും പറഞ്ഞതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമിതാണ്: നമുക്ക് കിട്ടുന്ന റിസൾട്ടുകൾ ശരിയായി വ്യാഖ്യാനിക്കണമെങ്കിൽ, വിശ്വസിക്കാൻ കൊള്ളുന്ന മോഡലുകൾ ഉണ്ടാക്കണമെങ്കിൽ, ഈ പറഞ്ഞ അടിസ്ഥാന ഘടകങ്ങളെക്കുറിച്ചും വർക്ക് ഫ്ലോയെക്കുറിച്ചും നല്ലൊരു ധാരണയുണ്ടായിരിക്കണം. ഈ ഫൗണ്ടേഷൻ സ്ട്രോങ് ആണെങ്കിൽ മാത്രമേ നമുക്ക് ഈ സാങ്കേതിക വിദ്യയെ ശരിയായ രീതിയിൽ ഉപയോഗപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. ഇന്നത്തെ ഈ സെഷനില് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇക്കണോമിക് മെഷീൻ ലേണിംഗിലെ ലീനിയർ റിഗ്രഷന്റെ അടിസ്ഥാന തത്വങ്ങളെക്കുറിച്ചാണ്. അപ്പോ ഈ ക്ലാസ്സിൽ നമ്മൾ 5 പ്രധാന കാര്യങ്ങളാണ് നോക്കാൻ പോകുന്നത്. ആദ്യം ലീനിയർ റിഗ്രഷൻ എന്താണെന്നുള്ള ഒരു ഇൻട്രൊഡക്ഷൻ, പിന്നെ അതിന്റെ പല തരങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കും. തുടർന്ന് ഈ മോഡലിന്റെ പ്രധാനപ്പെട്ട ചില അനുമാനങ്ങൾ ചർച്ച ചെയ്യും. അതിനുശേഷം സാമ്പത്തിക ശാസ്ത്രത്തിൽ ഇതിന്റെ പ്രയോഗങ്ങൾ എന്തൊക്കെയാണെന്ന് കാണാം. അവസാനം ലീനിയർ റിഗ്രഷന്റെ ഗുണങ്ങളും ദോഷങ്ങളും വിലയിരുത്തും. ശരി, അപ്പം നമുക്ക് ആദ്യത്തെ ഭാഗത്തേക്ക് കടക്കാം. ലീനിയർ റിഗ്രഷനെക്കുറിച്ചുള്ള ഒരു ആമുഖം. എന്താണ് ലീനിയർ റിഗ്രഷൻ? ഇതൊരു സൂപ്പർവൈസ്ഡ് ലേണിംഗ് അൽഗോരിതമാണ്. അതായത് ഒന്നോ അതിലധികമോ ഇൻപുട്ട് ഫീച്ചറുകളെ അടിസ്ഥാനമാക്കി തുടർച്ചയായ ഒരു ഔട്ട്പുട്ട് വേരിയബിളിനെ പ്രവചിക്കാൻ ഉപയോഗിക്കുന്ന ഒരു സൂപ്പർവൈസ്ഡ് ലേണിംഗ് അൽഗോരിതമാണിത്. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് വളരെ ലളിതമാണ്. അതുപോലെ ഇതിന്റെ ഫലങ്ങൾ വ്യാഖ്യാനിക്കാൻ വളരെ എളുപ്പവുമാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയം ആദ്യമായി പഠിക്കുന്നവർക്ക് തുടങ്ങാൻ പറ്റിയ ഏറ്റവും നല്ല ഒരു മോഡലാണ് ലീനിയർ റിഗ്രഷൻ. അപ്പോ ഇതിന്റെ പ്രധാന ആശയം എന്താണെന്ന് വെച്ചാൽ, യഥാർത്ഥത്തിൽ നമ്മൾ കാണുന്ന ഡേറ്റയും നമ്മുടെ മോഡൽ പ്രവചിക്കുന്ന മൂല്യങ്ങളും തമ്മിലുള്ള വ്യത്യാസം ഏറ്റവും കുറയ്ക്കുന്ന ഒരു ബെസ്റ്റ് ഫിറ്റിംഗ് ലൈൻ കണ്ടെത്തുക എന്നുള്ളതാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു കമ്പനി പരസ്യത്തിന് കൂടുതൽ പണം ചെലവഴിക്കുമ്പോൾ അവരുടെ സെയിൽസ് കൂടാൻ സാധ്യതയുണ്ടല്ലോ. അപ്പോൾ ഈ ഒരു ട്രെൻഡിനെ കാണിക്കുന്ന ഒരു നേർരേഖ വരയ്ക്കാനാണ് ലീനിയർ റിഗ്രഷൻ നമ്മളെ സഹായിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. ലീനിയർ റിഗ്രഷന്റെ വിവിധ തരങ്ങൾ. ഇതിനെ ഗണിതശാസ്ത്രപരമായി നോക്കുകയാണെങ്കിൽ പ്രധാനമായും 2 തിരിക്കാൻ സാധിക്കും. നേരത്തെ പറഞ്ഞ പോലെ ലീനിയർ റിഗ്രഷനില് പ്രധാനമായും 2 തരങ്ങളാണുള്ളത്. ആദ്യത്തേത് സിംപിൾ ലീനിയർ റിഗ്രഷൻ. ഇതിൽ ഒരൊറ്റ ഇൻഡിപെൻഡന്റ് വേരിയബിൾ, അതായത് എക്സ്, പിന്നെ ഒരു ഡിപെൻഡന്റ് വേരിയബിൾ, അതായത് വൈ എന്നിവയാണുള്ളത്. ഇനി രണ്ടാമത്തേത് മൾട്ടിപ്പിൾ ലീനിയർ റിഗ്രഷൻ. ഇവിടെയാകട്ടെ ഒരു ഫലം പ്രവചിക്കാൻ ഒന്നിലധികം ഇൻഡിപെൻഡന്റ് വേരിയബിളുകൾ ഉപയോഗിക്കുന്നു. അപ്പോ സിംപിളായി പറഞ്ഞാൽ ഇൻഡിപെൻഡന്റ് വേരിയബിളുകളുടെ എണ്ണമാണ് ഇവ തമ്മിലുള്ള പ്രധാന വ്യത്യാസം. ഇനി നമുക്ക് സിംപിൾ ലീനിയർ റിഗ്രഷൻ ഫോർമുലയിലെ ഓരോ ഘടകങ്ങളും എന്താണെന്ന് നോക്കാം. ഇവിടെ കാണുന്ന y ആണ് ഡിപെൻഡന്റ് വേരിയബിൾ, അതായത് നമ്മൾ പ്രവചിക്കാൻ ശ്രമിക്കുന്ന കാര്യം. ഉദാഹരണത്തിന് ഉപഭോഗം. x ആണ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ, പ്രവചനത്തിനായി നമ്മൾ ഉപയോഗിക്കുന്ന ഫീച്ചർ. ഉദാഹരണത്തിന് വരുമാനം. ഇനി ബീറ്റ 0 എന്നത് ഇന്റർസെപ്റ്റ് ആണ്, അതായത് x 0 y-യുടെ മൂല്യം. ബീറ്റ 1 ആണ് സ്ലോപ്പ്. എക്സിൽ 1 യൂണിറ്റ് മാറ്റം വരുമ്പോൾ വൈയിൽ എന്തു മാറ്റം വരുന്നു എന്ന് ഇത് കാണിക്കുന്നു. അവസാനമായി എപ്സിലോൺ എന്ന എറർ ടേം. ഇത് നമ്മുടെ മോഡലിന് വിശദീകരിക്കാൻ കഴിയാത്ത ചില വ്യതിയാനങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ മോഡൽ എങ്ങനെയാണ് ഏറ്റവും നല്ല കോഎഫിഷ്യൻസ്, അതായത് ബീറ്റ 0, ബീറ്റ 1 എന്നിവ കണ്ടെത്തുന്നത്? അതിനായി ഓർഡിനറി ലീസ്റ്റ് സ്ക്വയേഴ്സ് അഥവാ OLS എന്നൊരു രീതിയാണ് ഉപയോഗിക്കുന്നത്. ഇത് സം ഓഫ് സ്ക്വയർഡ് എറേഴ്സ് SSE ഏറ്റവും കുറയ്ക്കാൻ ശ്രമിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ ഏറ്റവും അനുയോജ്യമായ ആ ലൈൻ കണ്ടെത്താനുള്ള ഒരു ഗണിതശാസ്ത്രപരമായ വഴിയാണിത്. മൾട്ടിപ്പിൾ ലീനിയർ റിഗ്രഷന്റെ ഒരു നല്ല ഉദാഹരണം നോക്കാം. വീടുകളുടെ വില പ്രവചിക്കുന്നത് തന്നെ എടുക്കാം. ഇവിടെ വിലയെ സ്വാധീനിക്കുന്ന ഒരുപാട് ഘടകങ്ങളുണ്ടാകാം, അല്ലേ? വീടിന്റെ വിസ്തീർണം, കിടപ്പുമുറികളുടെ എണ്ണം,
പിന്നെ അത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്, അതായത് ലൊക്കേഷൻ. ഇങ്ങനെയുള്ള ഒന്നിലധികം കാര്യങ്ങൾ വെച്ചാണ് നമ്മൾ വില പ്രവചിക്കുന്നത്. ഇവിടെ ഈ ഓരോ ഘടകങ്ങളും ഓരോ ഇൻഡിപെൻഡന്റ് വേരിയബിളുകളാണ്. ശരി, ഇതോടെ നമ്മൾ മൂന്നാമത്തെ ഭാഗത്തേക്ക് കടക്കുകയാണ്, പ്രധാനപ്പെട്ട മോഡൽ അനുമാനങ്ങൾ. ഒരു ലീനിയർ റിഗ്രഷൻ മോഡലിന്റെ ഫലങ്ങൾ ശരിയും വിശ്വസനീയവുമാകണമെങ്കിൽ അത് പാലിക്കേണ്ട ചില പ്രധാനപ്പെട്ട അനുമാനങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോ പ്രധാനമായും 5 അനുമാനങ്ങളാണുള്ളത്. ഒന്നാമത്തത് ലീനിയാരിറ്റി. ഇൻഡിപെൻഡന്റ്, ഡിപെൻഡന്റ് വേരിയബിളുകൾ തമ്മിൽ ഒരു രേഖീയ ബന്ധം വേണം. രണ്ടാമത്തത് ഇൻഡിപെൻഡൻസ്, അതായത് ഓരോ ഡേറ്റാ പോയിന്റും അല്ലെങ്കിൽ നിരീക്ഷണവും പരസ്പരം സ്വതന്ത്രമായിരിക്കണം. മൂന്നാമത്തത് ഹോമോസിഡാസ്റ്റിസിറ്റി. ഇതിന്റെ അർത്ഥം എറർ ടേമിന്റെ വേരിയൻസ് സ്ഥിരമായിരിക്കണമെന്നാണ്. നാലാമത്തത് നോർമാലിറ്റി. എററുകൾ ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യണം. അവസാനമായി അഞ്ചാമത്തത് നോ മൾട്ടി കൊളീനിയാരിറ്റി. ഇത് മൾട്ടിപ്പിൾ റിഗ്രഷനിൽ പ്രധാനമാണ്. ഇൻഡിപെൻഡന്റ് വേരിയബിളുകൾ തമ്മിൽ വലിയ രീതിയിലുള്ള പരസ്പരബന്ധം ഉണ്ടാകാൻ പാടില്ല. ഇനി നമുക്ക് നാലാമത്തെ ഭാഗത്തേക്ക് കടക്കാം. സാമ്പത്തിക ശാസ്ത്രത്തിൽ ലീനിയർ റിഗ്രഷന്റെ ചില പ്രായോഗിക ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. സാമ്പത്തിക ശാസ്ത്രത്തിൽ ലീനിയർ റിഗ്രഷന് ഒരുപാട് ആപ്ലിക്കേഷനുകളുണ്ട്. ഉദാഹരണത്തിന് ഡിമാൻഡ് എസ്റ്റിമേഷൻ, അതായത് വില, വരുമാനം തുടങ്ങിയ കാര്യങ്ങൾ ഒരു ഉൽപ്പന്നത്തിന്റെ ഡിമാൻഡിനെ എങ്ങനെ ബാധിക്കുന്നു എന്ന് കണ്ടെത്താം. അതുപോലെ GDP ഫോർകാസ്റ്റിംഗിന് ഇതുപയോഗിക്കാം. ലേബർ ഇക്കണോമിക്സിൽ വിദ്യാഭ്യാസം ഒരാളുടെ വേതനത്തെ എത്രത്തോളം സ്വാധീനിക്കുന്നുവെന്ന് പഠിക്കാൻ ഇത് സഹായിക്കും. എൻവയോൺമെന്റൽ ഇക്കണോമിക്സിൽ പോലും കാർബൺ ബഹിർഗമനം കണക്കാക്കാൻ ലീനിയർ റിഗ്രഷൻ ഉപയോഗിക്കാറുണ്ട്. നമ്മുടെ അവസാനത്തെ ഭാഗത്തേക്ക് കടക്കാം. ഇവിടെ നമ്മൾ ലീനിയർ റിഗ്രഷൻ മോഡലിന്റെ ശക്തിയും അതോടൊപ്പം അതിന്റെ പരിമിതികളും എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഇതിന്റെ ഗുണങ്ങൾ നോക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം അതിന്റെ ലാളിത്യമാണ്. അതോടൊപ്പം തന്നെ ഫലങ്ങൾ വ്യാഖ്യാനിക്കാൻ വളരെ എളുപ്പമാണ്. മറ്റു സങ്കീർണമായ മോഡലുകളെ അപേക്ഷിച്ച് ഇത് വളരെ സുതാര്യമാണ്. അതായത് ഇതിന്റെ പ്രവർത്തനം നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാം. ഇതിലെ കോഎഫിഷ്യന്റുകൾ ഓരോ വേരിയബിളും ഫലത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് നേരിട്ട് പറഞ്ഞുതരും. കമ്പ്യൂട്ടേഷണൽ പരമായി നോക്കിയാൽ ഇത് വളരെ കാര്യക്ഷമവുമാണ്. അതുപോലെ വേരിയബിളുകൾ തമ്മിലുള്ള ബന്ധത്തിന്റെ ശക്തിയും ദിശയും മനസ്സിലാക്കാൻ ഇത് മികച്ച ഉൾക്കാഴ്ച നൽകുന്നു. ഇനി ഇതിന്റെ പരിമിതികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രധാനപ്പെട്ട ഒരു പരിമിതി ഇത് വേരിയബിളുകൾ തമ്മിൽ ഒരു ലീനിയർ ബന്ധം മാത്രമേ അനുമാനിക്കുന്നുള്ളൂ എന്നതാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ബന്ധങ്ങൾ എപ്പോഴും ലീനിയർ ആകണമെന്നില്ല, അല്ലേ? അപ്പോൾ അത്തരം സങ്കീർണമായ ബന്ധങ്ങൾ കണ്ടെത്താൻ ഈ മോഡലിന് കഴിയില്ല. പിന്നെ ഔട്ട്ലെയറുകളോട് ഇത് വളരെ സെൻസിറ്റീവാണ്. അതായത് ഡേറ്റയിലെ അസാധാരണമായ 1-2 മൂല്യങ്ങൾ മോഡലിന്റെ ഫലത്തെ ആകെ മാറ്റിയേക്കാം. അതുപോലെ മൾട്ടി കൊളീനിയാരിറ്റി ഒരു പ്രശ്നമാണ്. ഇൻഡിപെൻഡന്റ് വേരിയബിളുകൾ തമ്മിൽ ശക്തമായ ബന്ധമുണ്ടെങ്കിൽ ഓരോന്നിന്റെയും കൃത്യമായ സ്വാധീനം വേർതിരിച്ചറിയാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോ ചുരുക്കത്തിൽ പറഞ്ഞാൽ ലീനിയർ റിഗ്രഷൻ എന്നത് ഒരുപാട് മെഷീൻ ലേണിംഗ്, ഇക്കണോമെട്രിക് മോഡലുകളുടെയെല്ലാം അടിസ്ഥാനശിലയാണ്. ഇതിന്റെ ലാളിത്യവും സുതാര്യതയും കാരണം സാമ്പത്തിക വേരിയബിളുകൾ തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കാൻ തുടങ്ങുന്നതിനുള്ള ഒരു മികച്ച ടൂളാണിത്. ഈ മോഡൽ നന്നായി മനസ്സിലാക്കുന്നത് ഭാവിയിൽ കൂടുതൽ സങ്കീർണമായ സ്റ്റാറ്റിസ്റ്റിക്കൽ മോഡലുകളും പ്രവചന രീതികളും പഠിക്കുന്നതിന് നിങ്ങൾക്ക് ശക്തമായൊരു അടിത്തറ നൽകും. ഈ പാഠത്തില് നമ്മൾ ക്ലാസിഫിക്കേഷനെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ഈ വിശകലനത്തിൽ പ്രധാനമായും 5 ഭാഗങ്ങളുണ്ട്. ആദ്യം നമ്മൾ ക്ലാസിഫിക്കേഷൻ എന്താണെന്ന് നോക്കും. പിന്നെ സാധാരണയായി ഉപയോഗിക്കുന്ന അൽഗോരിതങ്ങൾ ഏതൊക്കെയാണെന്ന് പരിചയപ്പെടും. തുടർന്ന് സാമ്പത്തിക ശാസ്ത്രത്തിൽ ഇതിന്റെ പ്രായോഗിക ഉപയോഗങ്ങൾ, ഗുണങ്ങൾ, പിന്നെ ഇതിന്റെ വെല്ലുവിളികളും പരിമിതികളും ചർച്ച ചെയ്യും. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഭാഗത്തേക്ക് കടക്കാം. എന്താണ് ക്ലാസിഫിക്കേഷൻ? ലളിതമായി പറഞ്ഞാൽ ഇതൊരു സൂപ്പർവൈസ്ഡ് മെഷീൻ ലേണിംഗ് ടെക്നിക്കാണ്. ക്ലാസിഫിക്കേഷനെക്കുറിച്ച് പഠിക്കുമ്പോൾ റിഗ്രഷനുമായിട്ടുള്ള ഇതിന്റെ വ്യത്യാസം മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനമാണ്. നോക്കൂ, ക്ലാസിഫിക്കേഷൻ പ്രവചിക്കുന്നത് അതേ അല്ലെങ്കിലില്ല, കുറഞ്ഞത് അല്ലെങ്കിൽ ഉയർന്നത് എന്നിങ്ങനെയുള്ള കൃത്യമായ കാറ്റഗറികളാണ്. എന്നാൽ റിഗ്രഷൻ അങ്ങനെയല്ല. അത് പ്രവചിക്കുന്നത് വരുമാനം, വിൽപ്പന എന്നിങ്ങനെയുള്ള തുടർമാനമായ സംഖ്യകളാണ്. അപ്പോൾ ക്ലാസിഫിക്കേഷന്റെ ഒരു ഔദ്യോഗിക നിർവചനം നോക്കാം. ഇതൊരു സൂപ്പർവൈസ്ഡ് മെഷീൻ ലേണിംഗ് ടെക്നിക്കാണ്. ഇതിൽ നമ്മളൊരു മോഡലിനെ ലേബൽ ചെയ്ത ഒരു ഡാറ്റ സെറ്റിൽ പരിശീലിപ്പിക്കുന്നു. ഈ പരിശീലനത്തിന്റെ പ്രധാന ലക്ഷ്യം തന്നെ ഡാറ്റയെ മുൻകൂട്ടി നിശ്ചയിച്ച ചില കാറ്റഗറികളിലേക്ക് പ്രവചിക്കുക എന്നതാണ്. ഓർക്കേണ്ട കാര്യം, ഈ ഡാറ്റ സെറ്റിലെ ഓരോ ഇൻപുട്ടിനും ഏതു വിഭാഗത്തിലാണ് അത് വരുന്നതെന്ന് നമുക്ക് നേരത്തെ തന്നെ അറിയാമായിരിക്കും. ഇനി ഒരു ക്ലാസിഫിക്കേഷൻ മോഡൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നോക്കാം. ഇതിന് 4 ഘട്ടങ്ങളുണ്ട്. ആദ്യത്തെ ഘട്ടത്തിൽ ലേബൽ ചെയ്തൊരു ഡാറ്റാ സെറ്റിൽ മോഡലിനെ നമ്മൾ പരിശീലിപ്പിക്കുന്നു.
രണ്ടാമത്തെ ഘട്ടത്തിൽ ഈ പരിശീലന സമയത്ത് മോഡൽ ഡാറ്റയിലെ ഫീച്ചറുകളും ടാർഗറ്റ് ക്ലാസും തമ്മിലുള്ള പാറ്റേണുകൾ പഠിച്ചെടുക്കും. മൂന്നാമതായി, ഒരു പുതിയ ഡാറ്റ വരുമ്പോൾ അത് ഓരോ ക്ലാസ്സിലും പെടാനുള്ള സാധ്യത എത്രയാണെന്ന് മോഡൽ കണക്കൂട്ടും. അവസാനമായി, ഏത് ക്ലാസ്സിനാണോ ഏറ്റവും കൂടുതൽ സാധ്യത കാണുന്നത് ആ ക്ലാസ്സിനെ പ്രവചനമായി തിരഞ്ഞെടുക്കുന്നു. അടുത്തതായി, ക്ലാസിഫിക്കേഷനു വേണ്ടി സാധാരണയായി ഉപയോഗിക്കുന്ന കുറച്ച് അൽഗോരിതങ്ങളെ നമുക്ക് പരിചയപ്പെടാം. ഇവയെല്ലാം തന്നെ ഈ പറഞ്ഞതുപോലെ വ്യക്തമായ കാറ്റഗറികളിലേക്ക് ഫലങ്ങളെ പ്രവചിക്കാനുള്ള ടൂളുകളാണ്. ഏറ്റവും പ്രചാരമുള്ള ഒന്നാണ് ലോജിസ്റ്റിക് റിഗ്രഷൻ. ഒരു ഡേറ്റാ പോയിന്റ് ഏതെങ്കിലും ഒരു പ്രത്യേക ക്ലാസ്സിൽ വരാനുള്ള സാധ്യത എത്രയാണെന്ന് കണക്കാക്കാൻ ഇതൊരു ലോജിസ്റ്റിക് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നു. പ്രധാനമായും 2 ക്ലാസുകൾ മാത്രമുള്ള, അതായത് ബൈനറി ക്ലാസിഫിക്കേഷനാണ് ഇത് കൂടുതലായും ഉപയോഗിക്കുന്നത്. അടുത്ത അൽഗോരിതം ഡിസിഷൻ ട്രീകളാണ്. പേര് സൂചിപ്പിക്കുന്നതുപോലെ തന്നെ ഡേറ്റയിലെ ഫീച്ചറുകളെ അടിസ്ഥാനമാക്കി അതിനെ പല ശാഖകളായി വിഭജിച്ച് ഒരു മരത്തിന്റെ ഘടനയുണ്ടാക്കുന്നു. ഈ ഘടനയിലെ ഓരോ ശാഖയും ഓരോ നിയമത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ആ നിയമങ്ങൾ വെച്ചാണ് ഇത് തീരുമാനങ്ങളെടുക്കുന്നത്. ഇനി റാൻഡം ഫോറസ്റ്റുകൾ. ഇത് അടിസ്ഥാനപരമായി ഡിസിഷൻ ട്രീകളുടെ ഒരു കൂട്ടമാണ്, അതായത് ഒരു ഫോറസ്റ്റ് പോലെ. ഒരൊറ്റ ട്രീ ഉപയോഗിക്കുന്നതിന് പകരം ഇവിടെ നമ്മൾ ഒരുപാട് ട്രീകളെ ഒരുമിച്ച് ഉപയോഗിക്കുന്നു. എന്നിട്ട് അവയുടെ എല്ലാം പ്രവചനങ്ങളുടെ ഒരു ശരാശരി എടുക്കും. ഇങ്ങനെ ചെയ്യുന്നത് വഴി പ്രവചനത്തിന്റെ കൃത്യത കൂട്ടാനും ഓവർഫിറ്റിംഗ് പോലുള്ള പ്രശ്നങ്ങൾ കുറയ്ക്കാനും സാധിക്കും. അടുത്തതാണ് സപ്പോർട്ട് വെക്ടർ മെഷീനുകൾ, അല്ലെങ്കിൽ SVM. ഇതിന്റെ പ്രധാന ലക്ഷ്യം ഡേറ്റയിലെ ക്ലാസുകളെ തമ്മിൽ വേർതിരിക്കുന്ന ഏറ്റവും മികച്ച ഒരു അതിർത്തി കണ്ടെത്തുക എന്നതാണ്. ഈ അതിർത്തിയെയാണ് നമ്മൾ ഹൈപ്പർപ്ലെയിൻ എന്ന് പറയുന്നത്. ക്ലാസുകൾ തമ്മിൽ ഏറ്റവും കൂടുതൽ അകലം നൽകുന്ന, അതായത് ഏറ്റവും വിശാലമായ മാർജിൻ നൽകുന്ന ഹൈപ്പർപ്ലെയിൻ കണ്ടെത്താനാണ് SVM ശ്രമിക്കുന്നത്. നിയറസ്റ്റ് നെയ്ബേഴ്സ് അഥവാ KNN വളരെ ലളിതമായൊരു രീതിയാണ് ഉപയോഗിക്കുന്നത്. ഒരു പുതിയ ഡാറ്റാ പോയിന്റിനെ ക്ലാസിഫൈ ചെയ്യാൻ അതിനോട് ഏറ്റവും അടുത്തുള്ള മറ്റ് ഡാറ്റാ പോയിന്റുകളെ, അതായത് അതിന്റെ അയൽക്കാരെ നോക്കും. ഈ അയൽക്കാരിൽ ഭൂരിഭാഗം പേരും ഏത് ക്ലാസ്സിലാണോ ഉൾപ്പെടുന്നത് ആ ക്ലാസ്സിലേക്ക് പുതിയ ഡാറ്റാ പോയിന്റിനെയും ചേർക്കും. അവസാനമായി നെവ് ബയസ്. ഇത് ബയസ് തിയറത്തെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഒരു അൽഗോരിതമാണ്. ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു അനുമാനം ഡാറ്റയിലെ ഫീച്ചറുകൾ തമ്മിൽ പരസ്പരം ബന്ധമില്ല എന്നതാണ്. ഈ ഒരു ലളിതമായ അനുമാനം കാരണം ടെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ പോലുള്ള പ്രശ്നങ്ങൾക്ക് ഈ അൽഗോരിതം വളരെ മികച്ച രീതിയിൽ പ്രവർത്തിക്കാറുണ്ട്. ശരി, അപ്പോൾ ഈ അൽഗോരിതങ്ങളൊക്കെ സാമ്പത്തിക ശാസ്ത്രത്തിൽ എവിടെയാണ് ഉപയോഗിക്കുന്നതെന്ന് നോക്കാം. റിസ്ക് വിലയിരുത്തുന്നത് മുതൽ ഉപഭോക്താക്കളുടെ സ്വഭാവം മനസ്സിലാക്കുന്നതുവരെ ഇതിന് ഒരുപാട് പ്രായോഗിക ഉപയോഗങ്ങളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉപയോഗമാണ് ക്രെഡിറ്റ് റിസ്ക് വിലയിരുത്തൽ. അതായത്, ഒരു ലോണിന് അപേക്ഷിക്കുന്നയാൾ അത് കൃത്യമായി തിരിച്ചടയ്ക്കുമോ അതോ വീഴ്ച വരുത്തുമോ എന്ന് പ്രവചിക്കുക. ഇതിനായിട്ട് അപേക്ഷകന്റെ ക്രെഡിറ്റ് ഹിസ്റ്ററി, വരുമാനം, നിലവിലെ കടങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ മോഡൽ പരിശോധിക്കും. ഇതിന്റെയെല്ലാം അടിസ്ഥാനത്തിൽ അപേക്ഷകനെ ഹൈ റിസ്ക് അല്ലെങ്കിൽ ലോ റിസ്ക് എന്ന് തരംതിരിക്കും. ഇത് ബാങ്കുകൾക്ക് തീരുമാനങ്ങൾ വേഗം എടുക്കാനും കിട്ടാക്കടം കുറയ്ക്കാനും ഒരുപാട് സഹായിക്കും. മറ്റൊരു പ്രധാന മേഖലയാണ് ഉപഭോക്തൃ സ്വഭാവ വിശകലനം. ഒരു ഉപഭോക്താവിന്റെ മുൻകാല പെരുമാറ്റങ്ങൾ, അവർ എന്തൊക്കെ വാങ്ങിയിട്ടുണ്ട് എന്നതൊക്കെ വെച്ച് ഭാവിയിൽ അവരൊരു പ്രോഡക്റ്റ് വാങ്ങാൻ സാധ്യതയുണ്ടോ ഇല്ലയോ എന്ന് പ്രവചിക്കാൻ ക്ലാസിഫിക്കേഷൻ മോഡലുകൾക്ക് സാധിക്കും. ഇത് കമ്പനികൾക്ക് ടാർഗറ്റഡ് മാർക്കറ്റിംഗിനും ഓരോ ഉപഭോക്താവിനും അനുയോജ്യമായ ശുപാർശകൾ നൽകാനും വളരെ ഉപകാരപ്രദമാണ്. ഇനി ഗവൺമെന്റുകളുടെ കാര്യം നോക്കാം. നികുതി തട്ടിപ്പ് കണ്ടെത്താൻ ക്ലാസിഫിക്കേഷൻ മോഡലുകൾ വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട്. മുൻപ് നടന്നിട്ടുള്ള തട്ടിപ്പുകളിൽ നിന്ന് പഠിക്കുന്ന ഈ മോഡലുകൾ പുതുതായി ഫയൽ ചെയ്യുന്ന റിട്ടേണുകളിൽ സംശയാസ്പദമായ എന്തെങ്കിലും പാറ്റേണുകൾ ഉണ്ടോ എന്ന് പരിശോധിക്കും. അങ്ങനെ അപകടസാധ്യത കൂടുതലുള്ളവയെ ഒരു മാനുവൽ ഓഡിറ്റിംഗിനായി ഫ്ലാഗ് ചെയ്യും. ഇത് തട്ടിപ്പ് കണ്ടെത്തൽ പ്രക്രിയയെ കൂടുതൽ കാര്യക്ഷമമാക്കുന്നു. തൊഴിൽ മേഖലയിലും ക്ലാസിഫിക്കേഷന് ഒരുപാട് പ്രസക്തിയുണ്ട്. ഒരു ഉദ്യോഗാർത്ഥിയുടെ കഴിവുകൾ, വിദ്യാഭ്യാസം, പ്രവൃത്തി പരിചയം തുടങ്ങിയ കാര്യങ്ങൾ വിശകലനം ചെയ്ത് അയാൾ ഒരു സ്ഥിരം ജോലിക്കാണോ അതോ ഒരു കരാർ ജോലിക്കാണോ കൂടുതൽ അനുയോജ്യനെന്ന് പ്രവചിക്കാൻ സാധിക്കും. ഇത് കമ്പനികൾക്ക് അനുയോജ്യരായ ഉദ്യോഗാർത്ഥികളെ വേഗത്തിൽ കണ്ടെത്താനും ഫിൽട്ടർ ചെയ്യാനും സഹായിക്കുന്നു. ഇത്രയൊക്കെ പ്രായോഗിക ഉപയോഗങ്ങളുണ്ടെന്ന് നമ്മൾ കണ്ടു. ഇനി ക്ലാസിഫിക്കേഷൻ എന്ന ഈ ടെക്നിക്കിന്റെ പ്രധാനപ്പെട്ട ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് വിശദമായി പരിശോധിക്കാം. പ്രധാനമായും 4 ഗുണങ്ങളാണുള്ളത്. ഒന്നാമത്തേത് ഇതിന്റെ ബഹുമുഖതയാണ്. അതായത് 2 ക്ലാസുകൾ മാത്രമുള്ള പ്രശ്നങ്ങളും അതിലധികം ക്ലാസുകളുള്ള പ്രശ്നങ്ങളും കൈകാര്യം ചെയ്യാൻ ഇതിന് കഴിയും. രണ്ടാമത്തേത് ഓട്ടോമേഷൻ. തട്ടിപ്പ് കണ്ടെത്തുന്നതുപോലെ തത്സമയം തീരുമാനമെടുക്കേണ്ട സാഹചര്യങ്ങളിൽ ഇത് വളരെ ഫലപ്രദമാണ്. മൂന്നാമത്തേത് വ്യാഖ്യാനിക്കാനുള്ള കഴിവ്. പ്രത്യേകിച്ച് ഡിസിഷൻ ട്രീ പോലുള്ള അൽഗോരിതങ്ങൾ അതെങ്ങനെ ഒരു തീരുമാനത്തിലെത്തി എന്ന് വളരെ സുതാര്യമായി നമുക്ക് മനസ്സിലാക്കിത്തരും. അവസാനമായി കൃത്യത. നല്ല രീതിയിൽ പരിശീലിപ്പിച്ചെടുത്താൽ വളരെ ഉയർന്ന പ്രകടനം കാഴ്ചവെക്കാൻ ക്ലാസിഫിക്കേഷൻ മോഡലുകൾക്ക് സാധിക്കും.
എല്ലാ ടെക്നിക്കുകൾക്കും എന്ന പോലെ ക്ലാസിഫിക്കേഷനും ഗുണങ്ങളോടൊപ്പം ചില വെല്ലുവിളികളും പരിമിതികളുമുണ്ട്. അതെന്തൊക്കെയാണെന്ന് കൂടി നമുക്ക് നോക്കാം. ഇതിലെ പ്രധാന വെല്ലുവിളികളിലൊന്ന് ഓവർഫിറ്റിനാണ്. അതായത് നമ്മൾ പരിശീലനത്തിനായി കൊടുക്കുന്ന ഡേറ്റയുമായി മോഡൽ അമിതമായി പൊരുത്തപ്പെടുകയും എന്നാൽ പുതിയ ഡേറ്റ വരുമ്പോൾ ശരിയായി പ്രവചിക്കാൻ കഴിയാതെ വരികയും ചെയ്യുന്നൊരവസ്ഥ. മറ്റൊന്ന് അസന്തുലിതമായ ഡേറ്റാ സെറ്റുകളാണ്. ഒരു ക്ലാസ്സിൽ ഒരുപാട് ഡേറ്റയും മറ്റൊന്നിൽ വളരെ കുറവുമാകുമ്പോൾ മോഡൽ എപ്പോഴും ഭൂരിപക്ഷമുള്ള ക്ലാസ്സിനോട് ഒരു പക്ഷപാതം കാണിക്കാൻ സാധ്യതയുണ്ട്. അതോടൊപ്പം ചില അൽഗോരിതമുകൾ ശരിയായി പ്രവർത്തിക്കണമെങ്കിൽ ഫീച്ചർ സ്കെയിലിംഗ് പോലുള്ള ഡേറ്റാ പ്രോസസ്സിംഗ് ആവശ്യമായി വരും. പക്ഷേ ഏറ്റവും പ്രധാനം ഒരു പ്രവചനം തെറ്റിപ്പോയാലുണ്ടാകുന്ന പ്രത്യാഘാതമാണ്. അത് ചിലപ്പോൾ വലിയ സാമ്പത്തിക നഷ്ടത്തിനോ സാമൂഹിക പ്രശ്നങ്ങൾക്കോ കാരണമായേക്കാം. ഈ വെല്ലുവിളിയുടെ ഗൗരവം വ്യക്തമാക്കുന്ന ഒരു ഉദ്ധരണി നോക്കൂ. ഉദാഹരണത്തിന്, ഒരു അപേക്ഷകനെ ക്രെഡിറ്റ് യോഗ്യനായി തെറ്റായി വർഗീകരിക്കുന്നത് സാമ്പത്തിക നഷ്ടത്തിലേക്ക് നയിച്ചേക്കാം. ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ക്ലാസിഫിക്കേഷൻ മോഡലുകളിലെ ഒരു ചെറിയ പിഴവ് പോലും യഥാർത്ഥ ലോകത്ത് എത്ര വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നാണ്. ഈ പാഠത്തില് നമ്മൾ മെഷീൻ ലേണിംഗ് ക്ലസ്റ്ററിംഗിന്റെ മെക്കാനിക്സും അതിന്റെ സാമ്പത്തിക പ്രയോഗങ്ങളുമാണ് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ വിഷയത്തെ എങ്ങനെയാണ് സമീപിക്കാൻ പോകുന്നതെന്ന് നോക്കാം. ആദ്യം ക്ലസ്റ്ററിംഗ് എന്താണെന്ന് കൃത്യമായി നിർവചിക്കും. പിന്നെ പ്രധാനപ്പെട്ട ക്ലസ്റ്ററിംഗ് ടെക്നിക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കും. തുടർന്ന് ഇതിന്റെ സാമ്പത്തിക പ്രയോഗങ്ങൾ, പ്രധാനപ്പെട്ട നേട്ടങ്ങൾ, പിന്നെ ഇതിൽ നേരിടാവുന്ന വെല്ലുവിളികൾ എന്നിവ ചർച്ച ചെയ്യും. അവസാനം ഒരു നിഗമനത്തോടെ നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം. ശരി, അപ്പോൾ നമുക്ക് ആദ്യത്തെ ഭാഗത്തേക്ക് കടക്കാം. ക്ലസ്റ്ററിംഗ് നിർവചിക്കുക. അൺസൂപ്പർവൈസ്ഡ് ലേണിംഗിന്റെ അടിസ്ഥാന കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാം. ക്ലസ്റ്ററിംഗ് എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇത് ഒരു അൺസൂപ്പർവൈസ്ഡ് മെഷീൻ ലേണിംഗ് ടെക്നിക്കാണ്. ഇതിന്റെ പ്രധാന ലക്ഷ്യം ലേബൽ ചെയ്ത ഡേറ്റയെ ആശ്രയിക്കാതെ ഒരു ഡേറ്റാ സെറ്റിൽ അന്തർലീനമായിരിക്കുന്ന ഗ്രൂപ്പുകളെയോ പാറ്റേണുകളെയോ കണ്ടെത്തുക എന്നതാണ്. അപ്പോൾ ക്ലസ്റ്ററിംഗിന്റെ അടിസ്ഥാന തത്വങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായി, ഇത് ഡേറ്റയെ ക്ലസ്റ്ററുകൾ എന്ന് വിളിക്കുന്ന പ്രത്യേക ഗ്രൂപ്പുകളായിട്ട് ക്രമീകരിക്കുന്നു. ഇനി ഒരു ക്ലസ്റ്ററിലുള്ള ഐറ്റംസിന് മറ്റു ക്ലസ്റ്ററുകളിലുള്ളതിനേക്കാൾ പരസ്പരം സാമ്യം കൂടുതലായിരിക്കും. ഈ സാമ്യം എങ്ങനെ അളക്കുന്നത്? സാധാരണയായി യൂക്ലിഡിയൻ ഡിസ്റ്റൻസ് പോലുള്ള മെട്രിക്കുകൾ ഉപയോഗിച്ചാണ്. പിന്നെ ക്ലസ്റ്ററുകളുടെ എണ്ണം ഒന്നുകിൽ നമുക്ക് മുൻകൂട്ടി നിശ്ചയിക്കാം, അല്ലെങ്കിൽ അൽഗോരിതം തന്നെ അത് കണ്ടെത്തും. ആത്യന്തികമായി ഡേറ്റയെ അർത്ഥവത്തായ രീതിയിൽ ഓർഗനൈസ് ചെയ്യുക എന്നതാണ് ഇതിന്റെ ഔട്ട്പുട്ട്. ഇനി നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. ക്ലസ്റ്ററിംഗ് ടെക്നിക്കുകൾ. സാധാരണയായി ഉപയോഗിക്കുന്ന ചില അൽഗോരിതങ്ങളെക്കുറിച്ചുള്ള ഒരു അവലോകനമാണിത്. ഒന്നാമത്തേത് കെ മീൻസ് ക്ലസ്റ്ററിംഗ്. വളരെ വ്യാപകമായി ഉപയോഗിക്കുന്ന ഒരു അൽഗോരിതമാണിത്. പ്രധാന കാരണം ഇതിന്റെ ലാളിത്യവും കാര്യക്ഷമതയുമാണ്. അപ്പോൾ ഈ കെ മീൻസ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ഇതിന് 4 സ്റ്റെപ്പുകളുണ്ട്. ഒന്നാമത്തെ സ്റ്റെപ്പ്, കെ എന്ന പേരിൽ എത്ര ക്ലസ്റ്റർ വേണമെന്ന് നമ്മൾ മുൻകൂട്ടി നിശ്ചയിക്കുന്നു. രണ്ടാമതായി, ഓരോ ഡാറ്റാ പോയിന്റിനെയും അതിന് ഏറ്റവും അടുത്തുള്ള സെന്ററിലേക്ക് അസൈൻ ചെയ്യുന്നു. മൂന്നാമത്തെ സ്റ്റെപ്പ്, ഓരോ ക്ലസ്റ്ററിലെയും പോയിന്റുകളുടെ ശരാശരി എടുത്ത് ക്ലസ്റ്റർ സെന്ററുകൾ അപ്ഡേറ്റ് ചെയ്യുക എന്നതാണ്. ഈ പ്രോസസ്സ്, അതായത് രണ്ടാമത്തെയും മൂന്നാമത്തെയും സ്റ്റെപ്പുകൾ, ക്ലസ്റ്ററുകൾ ഒരു സ്ഥിരത കൈവരിക്കുന്നതുവരെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. രണ്ടാമത്തെ രീതിയാണ് ഹയറാർക്കിക്കൽ ക്ലസ്റ്ററിംഗ്. ഈ രീതി ഉപയോഗിച്ച് ക്ലസ്റ്ററുകളുടെ ഒരു ശ്രേണി തന്നെ നിർമ്മിക്കാൻ സാധിക്കും. ഇതിനെ ഒരു ഡെൻഡ്രോഗ്രാം ഉപയോഗിച്ച് നമുക്ക് ദൃശ്യവൽക്കരിക്കാനും പറ്റും. ഹയറാർക്കിക്കൽ ക്ലസ്റ്ററിംഗിന് പ്രധാനമായും 2 സമീപനങ്ങളുണ്ട്. ഒന്ന് അഗ്ലോമറേറ്റീവ്, അതായത് ബോട്ടം അപ്പ്. ഇതിൽ ഓരോ പോയിന്റും ഓരോ ക്ലസ്റ്ററായി തുടങ്ങി അവയെ തമ്മിൽ ലയിപ്പിക്കുന്നു. രണ്ടാമത്തേത് ഡിവിസീവ്, അതായത് ടോപ്പ് ഡൗൺ. ഇവിടെ ഒരു വലിയ ക്ലസ്റ്ററിൽ തുടങ്ങി അതിനെ വിഭജിക്കുന്നു. ഇതിന്റെ പ്രധാന പ്രയോജനം ഡേറ്റയിലെ നെസ്റ്റഡ് റിലേഷൻഷിപ്പുകൾ എളുപ്പത്തിൽ വ്യാഖ്യാനിക്കാൻ കഴിയുമെന്നതാണ്. പക്ഷെ ഒരു പോരായ്മയുണ്ട്. ഇത് കമ്പ്യൂട്ടേഷണലി വളരെ ഇന്റൻസീവാണ്. മൂന്നാമത്തെ ടെക്നിക് DB സ്കാൻ. ഇതൊരു ഡെൻസിറ്റി ബേസ്ഡ് അൽഗോരിതമാണ്. ഇതിന്റെ പ്രത്യേകത എന്തെന്നാൽ ഇത് നോയ്സിനോട് വളരെ റോബസ്റ്റാണ്. അതായത് ഔട്ട്ലയറുകളെ ഇത് നന്നായി കൈകാര്യം ചെയ്യും. മാത്രമല്ല, പല ആകൃതിയിലുള്ള ക്ലസ്റ്ററുകളെ തിരിച്ചറിയാനും DB സ്കാനിന് സാധിക്കും. ഇനി ഈ 3 അൽഗോരിതങ്ങളെയും നമുക്കൊന്ന് താരതമ്യം ചെയ്തു നോക്കാം. കെ മീൻസ് പ്രവർത്തിക്കുന്നത് ഒരു സെന്ററിലേക്കുള്ള ദൂരത്തെ അടിസ്ഥാനമാക്കിയാണ്. ഹയറാർക്കിക്കൽ ക്ലസ്റ്ററിംഗ് ആകട്ടെ പോയിന്റുകൾ തമ്മിലുള്ള ദൂരത്തെയാണ് ആശ്രയിക്കുന്നത്. എന്നാൽ DBS സ്കാൻ പോയിന്റുകളുടെ സാന്ദ്രതയാണ് കണക്കിലെടുക്കുന്നത്. ക്ലസ്റ്ററിന്റെ ആകൃതിയുള്ള കാര്യത്തിലും വ്യത്യാസമുണ്ട്. കെ മീൻസ് സ്പെറിക്കൽ ആകൃതിയാണ് പ്രതീക്ഷിക്കുന്നതെങ്കിൽ ഹയറാർക്കിക്കൽ ക്ലസ്റ്ററിംഗിന് അങ്ങനൊരു നിബന്ധനയില്ല.
DBA സ്കാനിന് ഏതാകൃതിയും കൈകാര്യം ചെയ്യാനാകും. നോയ്സ് ഹാൻഡ്ലിംഗിൽ DBA സ്കാനാണ് ഏറ്റവും മികച്ചത്. K മീൻസ് ഔട്ട്ലയറുകളോട് സെൻസിറ്റീവാണ്. ശരി, ഇത്രയും ടെക്നിക്കുകൾ നമ്മൾ കണ്ടു. ഇനി അടുത്ത ഭാഗത്തേക്ക് കടക്കാം. സാമ്പത്തിക രംഗത്തെ ഇതിന്റെ പ്രായോഗിക ഉപയോഗങ്ങൾ. ക്ലസ്റ്ററിംഗിന്റെ പ്രാക്ടിക്കൽ യൂസ് കേസുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സാമ്പത്തിക ശാസ്ത്രത്തിലും നയരൂപീകരണത്തിലും ക്ലസ്റ്ററിംഗിന് ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. ഉദാഹരണത്തിന് മാർക്കറ്റ് സെഗ്മെന്റേഷൻ. ഉപഭോക്താക്കളെ അവരുടെ വരുമാനം, ചെലവഴിക്കുന്ന രീതി അല്ലെങ്കിൽ ഡെമോഗ്രാഫിക്സ് എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഗ്രൂപ്പുകളായി തിരിക്കാൻ ഇത് ഉപയോഗിക്കാം. മറ്റൊന്ന് ലേബർ ഇക്കണോമിക്സിലാണ്. ഓരോരുത്തരുടെയും കഴിവുകളും ശമ്പളവും അനുസരിച്ച് പലതരം ജോലികളെ തിരിച്ചറിയാൻ സാധിക്കും. അതുപോലെ റീജിയണൽ ഡെവലപ്മെന്റിനും ഇത് ഉപയോഗപ്രദമാണ്. സമാനമായ സാമൂഹിക സാമ്പത്തിക സൂചകങ്ങളുള്ള പ്രദേശങ്ങളെ ഒരുമിച്ച് ഗ്രൂപ്പ് ചെയ്ത് വിഭവങ്ങൾ അനുവദിക്കാൻ ഇത് സഹായിക്കും. ഫിനാൻഷ്യൽ മാർക്കറ്റുകളിൽ ഓരോ അസറ്റിന്റെയും റിസ്ക് റിട്ടേൺ പ്രൊഫൈലുകൾ അനുസരിച്ച് ക്ലസ്റ്റർ ചെയ്ത് പോർട്ട്ഫോളിയോ ഡൈവേഴ്സിഫിക്കേഷന് വേണ്ടി ഉപയോഗിക്കാം. നാലാമത്തെ ഭാഗം, ഇതിന്റെ പ്രധാന നേട്ടങ്ങൾ. ഒരു ക്ലസ്റ്ററിംഗ് സമീപനം സ്വീകരിക്കുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ക്ലസ്റ്ററിംഗ് കൊണ്ടുള്ള ഗുണങ്ങൾ പലതാണ്. ഒന്നാമതായി പാറ്റേൺ ഡിസ്കവറി, അതായത് ലേബലുകൾ ഇല്ലാത്ത വലിയ ഡേറ്റാ സെറ്റുകളിൽ പോലും ഒഴിഞ്ഞിരിക്കുന്ന ഘടനകൾ കണ്ടെത്താൻ ഇത് സഹായിക്കുന്നു. രണ്ടാമത് ഡേറ്റ സമ്മറൈസേഷൻ. സമാനമായ ഒബ്സർവേഷനുകളെ ഒരുമിച്ച് ഗ്രൂപ്പ് ചെയ്യുന്നതിലൂടെ ഡേറ്റയുടെ സങ്കീർണത കുറയ്ക്കാൻ സാധിക്കുന്നു. ഫീച്ചർ എഞ്ചിനീയറിംഗിനും ഇത് ഉപയോഗിക്കാം. സൂപ്പർവൈസ്ഡ് മോഡലുകളിൽ ഉപയോഗിക്കാൻ കഴിയുന്ന കാറ്റഗറിക്കൽ വേരിയബിളുകൾ ഉണ്ടാക്കാൻ ഇത് സഹായിക്കും. അവസാനമായി ഇതിന്റെ വിഷ്വൽ ഔട്ട്പുട്ടുകൾ വളരെ ഇൻറ്റ്യൂറ്റീവാണ്. ഇത് പോളിസി മേക്കർമാർക്കും അനലിസ്റ്റുകൾക്കും കാര്യങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സഹായിക്കുന്നു. തീർച്ചയായും നേട്ടങ്ങൾ ഉള്ളതുപോലെ തന്നെ ഇതിന് ചില വെല്ലുവിളികളുമുണ്ട്. അതാണ് നമ്മുടെ അഞ്ചാമത്തെ ഭാഗം. ഇതിന്റെ പ്രായോഗികമായ ബുദ്ധിമുട്ടുകളും പരിമിതികളും എന്തൊക്കെയാണെന്ന് നോക്കാം. ക്ലസ്റ്ററിംഗിലെ പ്രധാന വെല്ലുവിളികൾ ഇവയാണ്. 1. ക്ലസ്റ്ററുകളുടെ എണ്ണം തീരുമാനിക്കുന്നത്. ശരിയായ എണ്ണം കണ്ടെത്താൻ പലപ്പോഴും പലതവണ പരീക്ഷണങ്ങൾ നടത്തേണ്ടിവരും. ഉദാഹരണത്തിന് എൽബോ മെത്തേഡ് പോലെ. രണ്ടാമത്തേത് സ്കെയിലിങ്ങിനോടുള്ള സെൻസിറ്റിവിറ്റിയാണ്. ഫീച്ചറുകൾ ശരിയായി സ്കെയിൽ ചെയ്തിട്ടില്ലെങ്കിൽ അത് ക്ലസ്റ്റർ രൂപീകരണത്തെ തെറ്റായി സ്വാധീനിച്ചേക്കാം. പിന്നെ റീപ്രൊഡ്യൂസിബിലിറ്റി. ഉപയോഗിക്കുന്ന ആൽഗോരിതം അനുസരിച്ച് ഫലങ്ങളിൽ മാറ്റം വരാം. അവസാനമായി കമ്പ്യൂട്ടേഷണൽ കോസ്റ്റ്. വളരെ വലിയ ഡാറ്റാസെറ്റുകളിൽ ഇത് പ്രവർത്തിപ്പിക്കാൻ ചിലപ്പോൾ വലിയ ചെലവ് വന്നേക്കാം. ഇനി നമ്മുടെ അവസാന ഭാഗത്തേക്ക്, ആറാമത്തെ സെക്ഷൻ, ഉപസംഹാരം. ക്ലസ്റ്ററിംഗിന്റെ പങ്കിനെക്കുറിച്ചുള്ള ഒരു അന്തിമ വിലയിരുത്തൽ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ, ലേബൽ ചെയ്യാത്ത ഡേറ്റയിൽ ഒളിഞ്ഞിരിക്കുന്ന ഘടനകളെ കണ്ടെത്താനുള്ള വളരെ ശക്തമായൊരു ടൂളാണ് ക്ലസ്റ്ററിംഗ്. സാമ്പത്തിക ശാസ്ത്രത്തിൽ ഇതിന് വളരെ പ്രധാനപ്പെട്ട പ്രായോഗിക ഉപയോഗങ്ങളുണ്ട്. ഇപ്പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്താൽ ക്ലസ്റ്ററിംഗിന് വളരെ ആഴത്തിലുള്ളതും പ്രായോഗികമായതുമായ ഉൾക്കാഴ്ചകൾ നൽകാൻ കഴിയും. ഇത് വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ശരിയായ തീരുമാനങ്ങൾ എടുക്കുന്നതിനെ പിന്തുണയ്ക്കുന്നു. നമ്മൾ ഈ സെഷനിൽ നോക്കാൻ പോകുന്നത് മെഷീൻ ലേണിംഗിലെയും സാമ്പത്തിക ശാസ്ത്രത്തിലെയും ഡയമെൻഷനാലിറ്റി റിഡക്ഷനെക്കുറിച്ചാണ്. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ഒരു ഡേറ്റാസെറ്റില് ഒരുപാട് വേരിയബിൾസ്, അതായത് ഫീച്ചറുകൾ ഉള്ളപ്പോൾ എന്ത് സംഭവിക്കും? ഈ ഒരു അവസ്ഥയെയാണ് കേഴ്സ് ഓഫ് ഡയമെൻഷനാലിറ്റി എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ എന്താണ് ഈ കേഴ്സ് ഓഫ് ഡയമെൻഷനാലിറ്റി? ലളിതമായിട്ട് പറഞ്ഞാൽ, ഒരു ഡേറ്റാസെറ്റിൽ ആവശ്യത്തിലധികം ഫീച്ചറുകൾ വരുമ്പോൾ നമ്മുടെ മോഡലിന് യഥാർത്ഥ പാറ്റേൺ ഏതാണ്, അനാവശ്യമായ വിവരങ്ങൾ ഏതാണെന്ന് തിരിച്ചറിയാൻ പറ്റാതെ വരും. ഈ അനാവശ്യമായ വിവരങ്ങളെയാണ് നമ്മൾ നോയ്സ് എന്ന് പറയുന്നത്. ഇത് സ്വാഭാവികമായും തെറ്റായ പ്രവചനങ്ങളിലേക്ക് നയിക്കും. ചുരുക്കത്തിൽ പറഞ്ഞാൽ, കൂടുതൽ ഡേറ്റ കിട്ടുന്നത് എപ്പോഴും നല്ലതാകണമെന്നില്ല. ഈ ഒരു പ്രശ്നത്തിനുള്ള പരിഹാരമാണ് ഡയമെൻഷനാലിറ്റി റിഡക്ഷൻ. ഇതിന്റെ പ്രധാന ലക്ഷ്യം ഇൻപുട്ട് വേരിയബിളുകളുടെ എണ്ണം കുറച്ച് ഡേറ്റയെ ലളിതമാക്കുക എന്നതാണ്. പക്ഷേ ഇവിടെയുള്ള ഏറ്റവും വലിയ വെല്ലുവിളി എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ വിലപ്പെട്ട വിവരങ്ങളൊന്നും നഷ്ടപ്പെട്ടു പോകാതെ സൂക്ഷിക്കുക എന്നതാണ്. എന്തുകൊണ്ടാണ് ഡയമെൻഷനാലിറ്റി റിഡക്ഷൻ ഇത്രയും പ്രധാനപ്പെട്ടതാകുന്നത്? ഒന്നാമതായി, ഇത് നമ്മുടെ മോഡലുകളെ ലളിതമാക്കും. അത് കാരണം നമുക്ക് അവയെ വ്യാഖ്യാനിക്കാൻ എളുപ്പമാകും. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്, ഓവർ ഫിറ്റിംഗ് ഒഴിവാക്കാൻ ഇത് സഹായിക്കുന്നു എന്നുള്ളത്. അതായത് മോഡൽ ട്രെയിനിംഗ് ഡേറ്റയെ മാത്രം ആശ്രയിച്ച് തീരുമാനങ്ങൾ എടുക്കുന്ന ആ ഒരു പ്രശ്നം ഒഴിവാകും. ഇത് കൂടാതെ കമ്പ്യൂട്ടേഷണൽ സമയം ലാഭിക്കാനും സങ്കീർണമായ ഡേറ്റയെ ഗ്രാഫുകളായി കാണാനും ഇത് അത്യാവശ്യമാണ്. അപ്പോൾ ശരി, ഇനി നമുക്ക് ഡയമെൻഷനാലിറ്റി റിഡക്ഷൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ചില പ്രധാനപ്പെട്ട ടെക്നിക്കുകളെപ്പറ്റി സംസാരിക്കാം. ഇതിലേറ്റവും വ്യാപകമായി ഉപയോഗിക്കുന്ന ഒന്നാണ് പ്രിൻസിപ്പൽ കമ്പോണന്റ് അനാലിസിസ് അഥവാ PCA. ഇതൊരു അൺസൂപ്പർവൈസ്ഡ് ടെക്നിക്കാണ്. അതായത് ഡാറ്റയെക്കുറിച്ച് മുൻകൂട്ടി ലേബിൾ ചെയ്ത വിവരങ്ങളൊന്നും ഇതിനു വേണ്ട.
PCA എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ യഥാർത്ഥ ഫീച്ചറുകളെ സംയോജിപ്പിച്ച് പ്രിൻസിപ്പൽ കമ്പോണന്റുകൾ എന്ന പുതിയ എണ്ണത്തിൽ കുറഞ്ഞ ഫീച്ചറുകളാക്കി മാറ്റും. ഇങ്ങനെ ചെയ്യുമ്പോൾ ഡാറ്റയിലെ പരമാവധി വേരിയേഷൻ, അതായത് വിവരങ്ങൾ, നിലനിർത്താനും ഇത് ശ്രമിക്കും. ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് PCA ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നത്? നിങ്ങളുടെ ഡേറ്റാ സെറ്റിൽ പരസ്പരം ബന്ധമുള്ള ഒരുപാട് വേരിയബിൾസ് ഉണ്ടെങ്കിൽ PCA ഒരു നല്ല ഓപ്ഷനാണ്. അതുപോലെ ഒരുപാട് ഡൈമെൻഷനുകളുള്ള ഡേറ്റയെ ഒരു 2D അല്ലെങ്കിൽ 3D ഗ്രാഫിൽ കാണിക്കാൻ ശ്രമിക്കുമ്പോഴും ഡേറ്റയിലെ നോയ്സ് കുറച്ച് മോഡലിന്റെ പ്രകടനം മെച്ചപ്പെടുത്താനും PCA ഉപയോഗിക്കാം. അടുത്ത ടെക്നിക് TSNE ആണ്. ഇത് PCAയിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമാണ്. കാരണം ഇതൊരു നോൺ ലീനിയർ ടെക്നിക്കാണ്. അതായത് സങ്കീർണമായ ബന്ധങ്ങളുള്ള ഡേറ്റയെ മനസ്സിലാക്കാൻ ഇത് സഹായിക്കും. ഇതിന്റെ പ്രധാന ഉപയോഗം വിഷ്വലൈസേഷനാണ്. ഉയർന്ന ഡൈമെൻഷനുകളിലുള്ള ഡേറ്റയിൽ ഒരേപോലുള്ള ഡേറ്റാ പോയിന്റ്സിനെ ഒരു ഗ്രാഫിൽ അടുത്തടുത്ത് കാണിക്കാൻ TSNE സഹായിക്കും. ഇതുവഴി ഡേറ്റയിലെ സ്വാഭാവികമായ ഗ്രൂപ്പുകളോ പാറ്റേണുകളോ നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും. ഇവിടെ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. TSNE പ്രവർത്തിപ്പിക്കാൻ കൂടുതൽ കമ്പ്യൂട്ടിംഗ് പവർ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഇത് പ്രധാനമായും ഉപയോഗിക്കുന്നത് എക്സ്പ്ലോറേറ്ററി ഡേറ്റ അനാലിസിസിനാണ്. അതായത് ഡേറ്റയെക്കുറിച്ച് ആഴത്തിൽ പഠിക്കാനും അതിലെ പാറ്റേണുകൾ കണ്ടെത്താനും. പ്രവചനങ്ങൾ നടത്താനുള്ള മോഡലുകൾ നിർമ്മിക്കാൻ ഇത് അത്ര നല്ലൊരു ഓപ്ഷനല്ല. ഇനി നമുക്ക് ലീനിയർ ഡിസ്ക്രിമിനന്റ് അനാലിസിസ് അഥവാ LDA എന്താണെന്ന് നോക്കാം. മുൻപ് പറഞ്ഞ ടെക്നിക്കുകളിൽ നിന്ന് വ്യത്യസ്തമായി LDA ഒരു സൂപ്പർവൈസ്ഡ് ടെക്നിക്കാണ്. എന്നുവെച്ചാൽ ഇതിന് ലേബിൾ ചെയ്ത ഡാറ്റ ആവശ്യമാണ്. ഉദാഹരണത്തിന്, ഒരു സാമ്പത്തിക ഇടപാട് ഫ്രോഡാണോ അല്ലയോ എന്ന് മുൻകൂട്ടി തരംതിരിച്ച ഡാറ്റ ഇതിന് വേണം. ക്ലാസുകൾ തമ്മിലുള്ള വ്യത്യാസം ഏറ്റവും വർദ്ധിപ്പിക്കുന്ന രീതിയിൽ ഫീച്ചറുകളുടെ എണ്ണം കുറയ്ക്കുക എന്നതാണ് LDAയുടെ ലക്ഷ്യം. അതുകൊണ്ടുതന്നെ ക്ലാസിഫിക്കേഷൻ പ്രശ്നങ്ങൾക്ക് ഇത് വളരെ നല്ലതാണ്. അപ്പോ നമ്മൾ ചർച്ച ചെയ്ത ഈ 3 ടെക്നിക്കുകളും തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങൾ നമുക്കൊന്നുകൂടി നോക്കാം. PCA ഒരു അൺസൂപ്പർവൈസ്ഡ് ലീനിയർ ടെക്നിക്കാണ്. അതിന്റെ ലക്ഷ്യം വേരിയൻസ് പരമാവധി നിലനിർത്തുക എന്നതാണ്. TSNEയും അൺസൂപ്പർവൈസ്ഡ് ആണ്, പക്ഷേ അത് നോൺ ലീനിയർ ആയതുകൊണ്ട് ക്ലസ്റ്ററുകൾ വിഷ്വലൈസ് ചെയ്യാൻ വളരെ നല്ലതാണ്. എന്നാൽ LDA സൂപ്പർവൈസ്ഡ് ആണ്. അതിന്റെ പ്രധാന ലക്ഷ്യം ക്ലാസുകൾ തമ്മിലുള്ള വേർതിരിവ് പരമാവധി കൂട്ടലാണ്. ഇത്രയും നേരം നമ്മൾ ഈ ടെക്നിക്കുകളെപ്പറ്റി പറഞ്ഞു. ഇനി സാമ്പത്തികശാസ്ത്ര ഗവേഷണ രംഗത്ത് ഇതൊക്കെ എങ്ങനെയാണ് പ്രയോജനപ്പെടുന്നതെന്ന് നോക്കാം. സാമ്പത്തികശാസ്ത്രത്തിൽ ഇതിന് ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. ഉദാഹരണത്തിന്, ഒരുപാട് ചോദ്യങ്ങളുള്ള ഒരു സർവേ ഡാറ്റയിൽ നിന്ന് ആളുകളുടെ പ്രധാനപ്പെട്ട സ്വഭാവ സവിശേഷതകൾ കണ്ടെത്താൻ PCA സഹായിക്കും. അതുപോലെ നൂറുകണക്കിന് സാമ്പത്തിക സൂചകങ്ങളെ ചുരുക്കി ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയുടെ അടിസ്ഥാന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് തിരിച്ചറിയാനും സാധിക്കും. ഇതുകൂടാതെ വിവിധ മേഖലകളിലെ തൊഴിൽ ഡാറ്റയിലെ പാറ്റേണുകൾ കണ്ടെത്താനും കമ്പനികളുടെ സാമ്പത്തിക സ്ഥിരത വിലയിരുത്താനും ഈ ടെക്നിക്കുകൾ വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട്. തീർച്ചയായും ഏതൊരു ടെക്നിക്കിനും അതിൻ്റേതായ ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ടാകുമല്ലോ. ഡയമെൻഷനാലിറ്റി റിഡക്ഷനും അങ്ങനെയൊക്കെ തന്നെയാണ്. നമുക്ക് അവയെന്തെല്ലാമാണെന്ന് പരിശോധിക്കാം. ആദ്യം ഗുണങ്ങൾ നോക്കുകയാണെങ്കിൽ ഇത് മോഡലിന്റെ സങ്കീർണത കുറയ്ക്കുന്നു, ട്രെയിനിംഗ് വേഗത്തിലാക്കുന്നു, പിന്നെ വിഷ്വലൈസേഷൻ എളുപ്പമാക്കുന്നു. എന്നാൽ ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു പോരായ്മ വ്യാഖ്യാനിക്കാനുള്ള ബുദ്ധിമുട്ടാണ്. അതായത് PCAയിലുണ്ടാകുന്ന പ്രിൻസിപ്പൽ കമ്പോണന്റുകൾക്ക് യഥാർത്ഥ ലോകത്ത് നേരിട്ടൊരു അർത്ഥം കണ്ടെത്താൻ ചിലപ്പം പ്രയാസമായിരിക്കും. അതുപോലെ ഈ പ്രക്രിയയിൽ ചിലപ്പം പ്രധാനപ്പെട്ട വിവരങ്ങൾ നഷ്ടപ്പെടാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ഏറ്റവും നിർണായകമായ കാര്യം ഒരു ശരിയായ ബാലൻസ് കണ്ടെത്തുക എന്നതാണ്. മോഡൽ ലളിതമാക്കുന്നതിനും അതേസമയം അർത്ഥവത്തായ വിവരങ്ങൾ നിലനിർത്തുന്നതിനും ഇടയിലുള്ള ഒരു ബാലൻസ്. അതാണ് ഒരു നല്ല അനാലിസിസിന്റെ കാതൽ. അപ്പോ ചുരുക്കി പറഞ്ഞാൽ, സങ്കീർണവും ഉയർന്ന ഡൈമെൻഷനുകളുള്ളതുമായ ഡേറ്റ കൈകാര്യം ചെയ്യുമ്പോൾ ഡൈമെൻഷനാലിറ്റി റിഡക്ഷൻ എന്നത് ഒരു ഒഴിച്ചുകൂടാനാവാത്ത അനലിറ്റിക്കൽ ടൂൾ തന്നെയാണ്. ഈ ഒരു ഉദ്ധരണി ഇതിന്റെ പ്രാധാന്യം വളരെ വ്യക്തമാക്കുന്നുണ്ട്. ഡേറ്റയുടെ സങ്കീർണതയ്ക്കും പ്രായോഗികമായ ഉൾക്കാഴ്ചകൾക്കുമിടയിലുള്ള ഒരു പാലമായി ഇത് പ്രവർത്തിക്കുന്നു. അതായത് മോഡലിന്റെ പ്രകടനം മെച്ചപ്പെടുത്താനും ഓവർഫിറ്റിംഗ് ഒഴിവാക്കാനും വിശകലനം ലളിതമാക്കാനും ഈ ടെക്നിക്കുകൾ സാമ്പത്തിക വിദഗ്ധരെയും ഡേറ്റ അനലിസ്റ്റുകളെയും ഒരുപോലെ സഹായിക്കുന്നു. അതുകൊണ്ട് ഏതൊരു വിശകലനം ചെയ്യുമ്പോഴും നമ്മൾ സ്വയം ചോദിക്കേണ്ട ഒരു അടിസ്ഥാനപരമായ ചോദ്യമുണ്ട്. നമ്മുടെ ഡേറ്റ ലളിതമാക്കുന്നതും അതിലൂടെ ഒരു പക്ഷേ നഷ്ടപ്പെടാൻ സാധ്യതയുള്ള വിവരങ്ങളും തമ്മിൽ എങ്ങനെ ഒരു ശരിയായ സന്തുലിതാവസ്ഥ നമുക്ക് കണ്ടെത്താൻ സാധിക്കും?
ഈ ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്തുന്നത് ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ഏതൊരാൾക്കും വളരെ പ്രധാനമാണ്.